തിരുവനന്തപുരം കണ്ടള സർവീസ് സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ഭരണസമിതി മുൻ പ്രസിഡന്റായ എൻ ഭാസുരാങ്കന് മുൻകൂർ ജാമ്യമില്ല. ഭാസുരാങ്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിലാണ് ഹൈക്കോടതി നടപടി. CPI മുൻ നേതാവാണ് ഭാസുരാങ്കൻ. രേഷ്മ ബാബുയുടെ വിവരങ്ങളുമായി. രേഷ്മ, ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുന്നത് ഏതൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ടള സർവീസ് സഹകരണ ബാങ്ക് അഴിമതി കേസിൽ മുൻ പ്രസിഡന്റും CPIയുടെ മുൻ നേതാവുമായിട്ടുള്ള എൻ ഭാസുരാങ്കൻ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നുള്ളതായിരുന്നു ഭാസുരാങ്കന്റെ ആവശ്യം. 2024 ജൂലൈ മാസമാണ് എൻ ഭാസുരാങ്കനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. 2005-2006 കാലഘട്ടത്തിൽ ഈ ഭാസുരാങ്കനും പ്രസിഡന്റായിരുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു കേസിനാസ്പദമായിട്ടുള്ള സംഭവം. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സാമ്പത്തിക തട്ടിപ്പ് ഭാസുരാങ്കന്റെ നേതൃത്വത്തിൽ നടന്നു. 21 പേരെ നിയമവിരുദ്ധമായിട്ട് ഭാസുരാങ്കൻ നിയമിച്ചിട്ടുണ്ട്. 800 കോടി രൂപയുടെ നിക്ഷേപമാണ് വഴിമാറ്റിയത്. നിക്ഷേപകർക്ക് 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ കേസ് എടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. നേരത്തെ ഈട് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാട് കേസിൽ 14 മാസം ഭാസുരാങ്കൻ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. അതിനിടയിലാണ് ഈ ക്രൈംബ്രാഞ്ച് കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഗൗതം. ഓക്കെ രേഷ്മ, തിരുവനന്തപുരം കണ്ടള സർവീസ് സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ഭരണസമിതി മുൻ പ്രസിഡന്റായ എൻ ഭാസുരാങ്കന് മുൻകൂർ ജാമ്യമില്ല. ഭാസുരാങ്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. CPIയുടെ മുൻ നേതാവാണ് ഭാസുരാങ്കൻ. രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.